മേഘാലയ, മേഘങ്ങളുടെ വീട്. മഴ പെയ്തൊഴിയാത്ത നാടാണ് ഇത്. എന്നും എപ്പോഴും ഇവിടുത്തെ ജീവിതങ്ങൾക്ക് കൂട്ടായി മഴയുണ്ട്, ഏറെയും കുറഞ്ഞും. ചിലപ്പോൾ അലസമായ ചാറ്റൽ മഴ, മറ്റു ചിലപ്പോൾ കോരിച്ചൊരിയുന്ന പേമാരി. മഴയാണ് ഈ നാടിന്റെ ആത്മാവ്. ഇന്ത്യയുടെ കിഴക്കുള്ള 7 സഹോദരിമാരിൽ ഒരാളാണ് മേഘാലയ. ഖാസി, ഗാരോ, ജയന്തിയ എന്നീ മലനിരകൾ ചേർന്നതാണ് ഈ പ്രദേശത്തിന്റെ ഭൂമിശാസ്ത്രം. ഇടതൂർന്ന വനങ്ങളാണ് ഈ കുന്നുകളിലും താഴ്വരകളിലും. തദ്ദേശീയരായ ഗോത്രവിഭാഗങ്ങളാണ് ഇവിടെയുള്ള ജനങ്ങളിൽ ഭൂരിഭാഗവും. അവർ വസിക്കുന്ന പ്രദേശങ്ങളുടെ പേരിൽ തന്നെയാണ് ഓരോ ഗോത്രവും അറിയപ്പെടുന്നത്. ഖാസി, ഗാരോ എന്നീ ഗോത്രവിഭാഗങ്ങളാണ് ഇവരിൽ പ്രധാനം. പത്തൊൻപതാം നൂറ്റാണ്ടോടെ ഇന്ത്യയുടെ മറ്റ് കിഴക്കൻ പ്രദേശങ്ങളെപ്പോലെ ഇവിടവും ബ്രിട്ടീഷ് ഭരണത്തിന് കീഴിലായി. ഇവിടെ വസിച്ചിരുന്ന ഗോത്രങ്ങൾക്ക് ഓരോ മേഖലയിലും അവരുടേതായ ഭരണരീതികളുണ്ടായിരുന്നു. ബ്രിട്ടീഷ് ഭരണകൂടങ്ങൾ അവരുടെ ഭരണക്രമങ്ങളിൽ കാര്യമായ ഇടപെടലുകൾ നടത്തിയിരുന്നില്ല. ആ കാലത്തും പിന്നീട് അസമിന്റെ ഭാഗമായിരുന്നപ്പോഴും ഈ പ്രദേശങ്ങൾക്ക് സ്വയംഭരണമുണ്ടായിരുന്നു. അസമിൽ നിന്ന് 2 ജില്ലകൾ വേർപെടുത്തി 1972 മേഘാലയ സംസ്ഥാനം രൂപീകരിച്ചത്. ക്രിസ്തുമതത്തിന് കൂടുതൽ സ്വാധീനമുള്ള ഇന്ത്യയിലെ 3 സംസ്ഥാനങ്ങളിലൊന്നാണ് മേഘാലയ. ഖാസി ഭാഷയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്നത്. കൃഷിയാണ് ജനങ്ങളുടെ പ്രധാന ഉപജീവനമാർഗം. മഴയാണ് മേഘാലയയുടെ ഏറ്റവും സ്ഥായിയായ ഭാവം. ലോകത്തെ ഏറ്റവും മഴയുള്ള പ്രദേശങ്ങളിലൊന്നാണ് ഇത്. 1200 സെന്റിമീറ്ററോളം മഴയാണ് വർഷം തോറും ഇവിടെ ലഭിക്കാറുള്ളത്. സമൃദ്ധമായ മഴ അസംഖ്യം ചെറുനദികൾക്ക് ജന്മം നൽകുന്നു. കൊടും കാടുകളിലൂടെയും മലയിടുക്കുകളിലൂടെയും അനുസ്യൂതം പ്രവഹിക്കുന്ന ഇവ
മനോഹരമായ വെള്ളച്ചാട്ടങ്ങൾക്ക് ജന്മം നൽകിക്കൊണ്ട് അഗാധതയിലേക്ക് പതിക്കുന്നു. സമൃദ്ധമായ മഴ സസ്യങ്ങളുടെ വളർച്ചയ്ക്ക് അനുകൂലമായതിനാൽ ഇടതൂർന്ന കാടുകളാണ് ഈ പ്രദേശങ്ങളിൽ. ഈ കാടുകൾ എല്ലാവിധ ജീവിവർഗങ്ങളുടെയും നിലനിൽപ്പിന് അനുകൂല സാഹചര്യമൊരുക്കുന്നു. അത്യപൂർവമായ സസ്യജന്തുജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് മേഘാലയയിലെ വനങ്ങൾ. അവയുടെ വൈവിധ്യത്തിലും സമ്പന്നമാണ് ഇവിടം. ഗോത്രവിശ്വാസങ്ങളുടെയും ആരാധനാക്രമങ്ങളുടെയും ഭാഗമായി ഇവിടെ പ്രത്യേക വനങ്ങളെ വിശുദ്ധമായി കരുതി സംരക്ഷിക്കാറുണ്ട്. അതിനാൽ തന്നെ ഇത്തരം കാടുകൾ മറ്റു ചൂഷണങ്ങൾക്ക് വിധേയമാകാതെ സംരക്ഷിക്കപ്പെടുന്നു. മേഘാലയയുടെ പ്രകൃതി സൗന്ദര്യം ടൂറിസത്തിന് അനന്ത സാധ്യതകളാണ് തുറന്നിടുന്നത്. ഇടതൂർന്ന കാടുകൾ തന്നെയാണ് ഏറ്റവും വലിയ ആകർഷണം. എക്കോ ടൂറിസത്തിന് മികച്ച സാധ്യതയാണ് ഇവിടെയുള്ളത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത ടൂറിസത്തിന്റെ വളർച്ചയ്ക്ക് വേഗത കുറയ്ക്കുന്നുണ്ട്. എന്നാലും സൗകര്യങ്ങൾ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങൾ മേഘാലയയെ ടൂറിസം ഭൂപടത്തിലെ ഒരു പ്രധാന കേന്ദ്രമാക്കി മാറ്റും. ധാതുസമ്പുഷ്ടമാണ് മേഘാലയ. ചുണ്ണാമ്പ് കല്ലിന്റെയും കൽക്കരിയുടെയും വൻ നിക്ഷേപങ്ങളാണ് ഈ മേഖലയിലുള്ളത്. സമൃദ്ധമായ കൽക്കരി നിക്ഷേപങ്ങളുണ്ടെങ്കിലും ആധുനിക സാങ്കേതിക സൗകര്യങ്ങളുള്ള ഖനികൾ മേഘാലയയിൽ ഇല്ല. അസംഘടിതമായ ചെറുകിട ഖനന പ്രവർത്തനങ്ങൾ മാത്രമാണ് ഇവിടെ നടക്കാറുള്ളത്. ഒരു തരത്തിലുള്ള സാങ്കേതിക വിദ്യകളും ഉപകരണങ്ങളുമില്ലാതെ സാധാരണ പണിയായുധങ്ങൾ ഉപയോഗിച്ച് ജനങ്ങൾ ഇവിടെ പണിയെടുക്കുന്നു. തികച്ചും അശാസ്ത്രീയമായ മാർഗങ്ങളിലൂടെയാണ് ഇവിടങ്ങളിൽ കൽക്കരി ഖനനം നടക്കുന്നത്. തുച്ഛമായ വേതനത്തിനു വേണ്ടി യാതൊരു തരത്തിലുള്ള സുരക്ഷാ മാനദണ്ഡങ്ങളുമില്ലാതെ ഇവിടെ തൊഴിലാളികൾ പണിയെടുക്കുന്നു. അതിനാൽ തന്നെ മണ്ണിടിഞ്ഞുള്ള അപകടങ്ങളും ഇവിടെ പതിവാണ്, മരണങ്ങളും. ഈ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ ജീവിതങ്ങൾ ഇത്തരം ഖനികളെ ചുറ്റിപ്പറ്റിയാണ്. ചിറാപുഞ്ചി കാലങ്ങളായി ലോകത്തെ ഏറ്റവും മഴയുള്ള പ്രദേശമായിരുന്നു ഇത്. ഈ അടുത്ത കാലത്ത് സമീപ പ്രദേശമായ മൗസിൻ റാം ആ പദവി കൈയടക്കി. എന്നാലും ചിറാപുഞ്ചി എന്ന പേര് മഴയുടെ പര്യായമായി ഇന്നും നിലനിൽക്കുന്നു.
സോഹ്ര എന്നായിരുന്നു ഈ സ്ഥലത്തിന്റെ യഥാർത്ഥ പേര്. പിന്നീട് കാലങ്ങളിലൂടെ അത് ചിറാപുഞ്ചിയായി. ഈ പ്രദേശത്തെ ജനതയായ ഖാസി ഗോത്രവിഭാഗങ്ങളുടെ ചരിത്രം 16-ാം നൂറ്റാണ്ട് മുതൽ തുടങ്ങുന്നു. ഇപ്പോഴും കാലത്തിന്റെ മാറ്റങ്ങൾ ഉൾക്കൊണ്ട് അവർ മഴയോടിണങ്ങി ജീവിച്ചു പോരുന്നു. കിഴക്കിന്റെ സ്കോട്ട്ലാൻഡാണ് മേഘാലയയുടെ തലസ്ഥാനമായ ഷില്ലോങ്. ഈ മേഖലയിലെ പ്രധാന സുഖവാസ കേന്ദ്രമാണ് ഇത്. നഗരത്തിന് സമീപത്തെ ഷില്ലോങ് കുന്നിൽ നിന്നുള്ള പ്രകൃതി ദൃശ്യങ്ങൾ മനോഹരമാണ്. നഗരത്തിന്റെയും മേഘാലയയെ ചുറ്റി നിൽക്കുന്ന കുന്നുകളുടെയും വിദൂര ദൃശ്യം ഇവിടെ സാധ്യമാകും. ഇവിടെ എത്തുന്ന സഞ്ചാരികളുടെ പ്രധാന ആകർഷണവും ഇതുതന്നെ. ദൈവങ്ങളുടെ വാസസ്ഥലം എന്നും ഷില്ലോങ്ങിന് വിളിപ്പേരുണ്ട്. മേഘങ്ങളുടെ വെള്ളപ്പുതപ്പ് ഈ കുന്നുകളെ എന്നും മൂടി നിൽക്കുന്നു. ഇറ്റിറ്റു വീഴുന്ന മഴത്തുള്ളികൾ ഈ നാടിനെ വർഷം മുഴുവൻ ഈറനണിയിക്കുന്നു. ചാറ്റൽ മഴയുടെ ആർദ്രതയും ഈറനണിഞ്ഞ കാറ്റും മഴയുടെ സംഗീതവും. നനവുള്ളവയാണ് മേഘാലയയിലെ എല്ലാ കാഴ്ചകളും.